afternoon. Good afternoon, ma'am. Afternoon, ma'am. Prayer. Break start ചെയ്തോളൂ. Okay, prayer. Dear God, bless our learning today. Guide us and help us find the way. May our hearts be kind and mind be bright. Shine your light and make it a wonderful day. Sign in. Sign in. Signing. I warmly welcome our mentors ma'am and all our Montessori friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. Thoughts. Thought for the day. I am a slow walker, but I never walk back. Abraham Lincoln. നമ്മള് പാർട്ട് 3 യൂണിറ്റ് 9 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടെൻഡൻസീസ് ഓഫ് മാൻ. അല്ലെ, വളരെ വായിച്ചില്ലേ നമ്മള് പറഞ്ഞു നിർത്തിയത്. ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. വായിച്ചു നോക്കിയേ, എന്താണ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്നുള്ളത് വായിച്ചു. സെമിനാർ ഞാൻ എടുപ്പിക്കാം. അപ്പൊ ഞാൻ ഈ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് എടുക്കാം കേട്ടോ. നാളെയും എന്റെ പീരീഡ് ആയിരിക്കും. അപ്പൊ നാളെയും തയ്യാറായിട്ട് വരാം സെമിനാർ ഉള്ളത് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. പ്രസീതയാണ്. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു മാം. ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഫെയറിൽ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് ജോബ് കിട്ടി മാം. അപ്പൊ മാമിനോട് അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു മാം. എന്നായിരുന്നു ഇന്റർവ്യൂ? ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ വീക്കിലായിരുന്നു. ഡെമോ ക്ലാസ് ഫ്രൈഡേ കഴിഞ്ഞു മാം. പിന്നെ അവര് നെക്സ്റ്റ് വീക്കില് ഡേയ്സ് ട്രെയിനിങ് ഉണ്ട് മാം. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂങ്കുന്നം തൃശ്ശൂരാണ്. അവിടെ 2 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു കോച്ചിങ് സെന്റർ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ നീറ്റ്. അതെ അതെ അതെ. അപ്പൊ എല്ലാ ദിവസവും പോണ്ടി വരില്ലേ? എങ്ങനെയാ പറഞ്ഞോ? ഡെയിലി പോകേണ്ടതായിട്ട് വരുമോ? പോയോ? ഹലോ, ക്ലിയർ ആവുന്നില്ലടാ. റേഞ്ച് പോയെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല ഒന്നും പറയുന്നത്. ഒന്നും കേൾക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കയറി നോക്കിയേ. കുഴപ്പമില്ല. ഹലോ, കേൾക്കുന്നില്ല? പതറുന്നുണ്ട്. റേഞ്ച് പോകുന്നു തോന്നുന്നു. ഹലോ,
ഇപ്പൊ കേക്കാലോ മാം? ഹലോ. ഇപ്പൊ കേൾക്കാം. അതെ മാം, മക്കളാരോ ഓഫ് ചെയ്തതാ സ്വിച്ച്, അതാണ്. ഡെയിലി അപ്പോ കോച്ചിങ് ഉണ്ടാവില്ലേ? കോച്ചിങ് സെന്ററിൽ പോയി 2 days ആണ് മാം, 2 വരില്ലേ? days. 2 days കോച്ചിങ് ആണ് മാം. 2 days അവരുടെ സെന്ററിൽ പോയിട്ട്, പിന്നെ നമ്മളിവിടെ അടുത്ത് അവരുടെ ബ്രാഞ്ചിലാണ് ഇനി നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുക. അങ്ങനെയാണ്. എനിവേ അല്ലെ, ഒരു മോണ്ടിസോറി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ജോബ് കിട്ടിയല്ലോ റസീദയ്ക്ക്. നന്നായി, ഇതിലൂടെ നല്ല തുടക്കാവട്ടെ അല്ലെ. താങ്ക് യു. എല്ലാവർക്കും പ്രചോദനമാണല്ലോ. യെസ് മാം, നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സും സെമിനാറും ഒക്കെ എനിക്ക് നല്ലതൊരു ഹെൽപ്പ് ചെയ്തു മാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സെമിനാർ ഒന്നും എടുക്കാറില്ല, പക്ഷെ ഇവിടെ എടുക്കേണ്ടി വന്നപ്പോ നമുക്ക് ഒരു ഫിയറോ അങ്ങനെ ഒരു ഗ്യാപ്പോ ഒന്നും ഫീൽ ചെയ്യാതെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഡെമോ കൊടുത്തിരുന്നു, ഡെമോ ക്ലാസ്സസ് അവർ എടുപ്പിച്ചിരുന്നു. എടുപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു സബ്ജക്ട്? നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റുമോ? ഇല്ല മാം, അവിടെ ഇപ്പോ ഈ മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കെമിസ്ട്രിയും ബയോളജിയും ഒക്കെയാണ്. അപ്പൊ എന്റെ സബ്ജക്ട് മൈക്രോബയോളജി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിലൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അങ്ങനെ. നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ തരുമോ? എങ്ങനെയായിരുന്നു? ഇനി അവരുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട് അവര് പറയുന്നത് പോലെ അങ്ങനെയാണ്. അവരുടെ മെറ്റീരിയൽസ് നമ്മൾ കുട്ടികൾക്ക് കൺവേ ചെയ്യും, അങ്ങനെയാണ്. പിന്നെ പ്രസീതയെ കാണാൻ നമുക്ക് കിട്ടില്ലല്ലേ, ഭയങ്കര എന്താ ആള് ബിസി ആയി. ഓക്കെ, വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ പ്രസീത? വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ കുറച്ച്. ഈ വീക്കിനുള്ളിൽ റെക്കോർഡ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യും മാം. 3 റെക്കോർഡ് കഴിഞ്ഞു. ഇനിയിപ്പോ സ്റ്റോറിയും പോയം കൂടി എഴുതണം. പോയം എഴുതി വെച്ചിട്ടുണ്ടാവും, എനിക്ക് പകർത്തേ വേണ്ടു. സ്റ്റോറി മാത്രം ഒന്ന് എഴുതണം. മെറ്റീരിയൽസ് കുറച്ചും കൂടി ബാക്കിയുണ്ട് എഴുതാൻ. ഇത് അവർലി ബേസിസ് ആയതുകൊണ്ട് നമുക്ക് അവർ പറയുന്ന അവറിൽ പോയി എടുത്താൽ മതി. അങ്ങനൊരു ഇതുണ്ട്. വീടിന്റെ അടുത്ത് തന്നെയാണ് മാം, നമുക്ക് ട്രാവലിംഗ് ഒരു പ്രശ്നം വരുന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ അല്ലെ. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർലി ആയതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് എളുപ്പമായിരിക്കാം. അതെ അതെ. അയച്ചു നോക്കിയോ നിങ്ങൾ അബ്സ്ട്രാക്ഷൻ എന്താണെന്നുള്ളത്? ആർക്ക് പറയാൻ പറ്റും അബ്സ്ട്രാക്ഷൻ എന്താണ്? അയച്ചു നോക്കാം കേട്ടോ. അനുപ്രിയക്ക് പറയാൻ പറ്റുമോ എന്താണെന്നുള്ളത് അബ്സ്ട്രാക്ഷൻ എന്നുള്ളത്? അട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ മനുഷ്യന്മാര് ക്യൂരിയസ് ആയിരിക്കും, അതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയസ് ആയിരിക്കും. പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാത്തിനോടുള്ള ക്യൂരിയസ് കൊണ്ട് നമ്മ ഇത്രയും വരെ എത്തിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എനിമൽസിനെ പിടിക്കാനായിട്ട് അവര് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കിയതും, അതേപോലെ ബേർഡ്സിന്റെ നെസ്റ്റ് കൂട് കണ്ടിട്ട് അതേപോലെ നമുക്കും ഒരു ഷെൽട്ടർ ആവശ്യമാണ്, ചൂടായിട്ടിരിക്കാനൊക്കെ നമുക്കും അതിനനുസരിച്ച് നമ്മളും ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കി തുടങ്ങി.
അതിനനുസരിച്ച് ഇപ്പൊ വളർന്ന് നമ്മുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് എന്താ നമ്മുടെ സയൻസ് ഇതൊക്കെ എന്താ പറയാ കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കും. ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പൊ കുറച്ചും കൂടി മാറ്റങ്ങള് വന്നു. അപ്പോ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ വേൾഡിനപ്പുറം ചിന്തിക്കാനും മനസ്സില് പലതരത്തിലുള്ള ഐഡിയാസ് രൂപപ്പെടുത്താനും ഉള്ള മനുഷ്യന്റെ കഴിവിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയാം. നമ്മുടെ ഫിസിക്കൽ വേൾഡിനപ്പുറം ചിന്തിക്കാനും മനസ്സില് പലതരത്തിലുള്ള ഐഡിയാസ് രൂപപ്പെടുത്താനും ഉള്ള മനുഷ്യന്റെ കഴിവിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ മനുഷ്യൻ പല പല കാര്യങ്ങൾ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് പല ഐഡിയാസ് വഴി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും, പുതിയ കാര്യങ്ങൾ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്പേഴ്സ്, അതുപോലെ ലാംഗ്വേജ്, ടൈം, അതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ. അല്ലെങ്കിൽ ഇപ്പോ ചെറിയ കുട്ടികളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മളെ ക്ലാസ്സിൽ ഇപ്പോ UKG LKG സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അവർ ചിലപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പൊ നമ്പേഴ്സ് ആയാലും അവരെ നമ്മൾ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ എഴുതും. പിന്നീട് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. അല്ലെ, ഇപ്പൊ ഒന്നെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചിലപ്പോ ചിലപ്പോ എഴുതാം. സ്റ്റാർട്ടിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ പഠിക്കുമ്പോൾ അവര് ചിലപ്പോൾ എഴുതാം. ഇനി രണ്ടൊക്കെ എഴുതാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ, 2 എന്ന നമ്പർ എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവരാദ്യം ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് എഴുതി ചിലപ്പോ അത് കറക്റ്റ് ആയിട്ട് എഴുതില്ല. പിന്നീടാണ് ഓരോ കാര്യങ്ങൾ അവർ രൂപപ്പെടുത്തി എടുക്കുന്നത്, കറക്റ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിലേക്ക് അവർ രൂപപ്പെടുത്തി എടുക്കുന്നത്. അല്ലെ, അപ്പോ ചെറിയ കുട്ടികള് ചിന്തിക്കുന്നത് പോലെ ആവില്ല വലിയ ആളുകള് ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെ, ഇപ്പോ വലിയ ആളുകളെ ചിന്തയായാലും അവരെ മനസ്സിലാക്കിയെടുക്കുന്ന രീതി ആയാലും വ്യത്യാസമുണ്ട്. അല്ലെ, ഇപ്പൊ കുഞ്ഞിക്കുട്ടികൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല. പ്രായം കൂടുന്നോറും പറയാറുണ്ട്, ഇപ്പോ എന്താണ് 95 വയസ്സ് 100 വയസ്സുള്ള അപ്പാപ്പൻ അമ്മാമ്മയ്ക്ക് എന്താണ് കുഞ്ഞിക്കുട്ടികളെ പോലെയൊക്കെ ആവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു മിഡിൽ ഏജ് ഒക്കെ വരുമ്പോ എന്താണ് കുഞ്ഞിക്കുട്ടികള് ചിന്തിക്കുന്നത് പോലെ അല്ല അവര് ചിന്തിക്കുന്നത്. അല്ലെ, അവർ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ നമ്മള് ഏജ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോ ഒരു കാര്യം ഇപ്പോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ കുറെ ഇങ്ങനെ ആലോചിക്കും. അല്ലെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. കുഞ്ഞുകുട്ടികൾ എന്താ കണ്ണോടുത്ത് വെച്ച് കാണാം എന്നുള്ള നിലയിലാണ് അവര് ചിന്തിക്കുക. അല്ലെ, ഓക്കെ. അപ്പൊ അവരുടെ ക്വാണ്ടിറ്റിയില് അവരുടെ ചിന്തയില് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കുട്ടിയോട് നമ്മളൊരു വിഷയം കൊടുത്തിട്ട് കഥ എഴുതാൻ പറയുകയാണെങ്കിൽ അവര് എന്താണ് അബ്സ്ട്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അല്ലെ, എന്താണ് അവരെന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഭാവനയിലൊക്കെ അവർ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഒരു പാട്ട് ഉണ്ടാക്കുക, ഒരു കഥ എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഒരു കവിത എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു രീതിയില് ഭാവനയിലൊക്കെ ആയിരിക്കും എഴുതുന്നത്. ഇപ്പൊ എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ കഥ പറഞ്ഞു കൊടുക്കണം. കഥ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിന് കഥ പറഞ്ഞു കൊടുക്കുമ്പോ എന്താ ആമ്മയുടെയും മുയലിന്റെയും കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തത്തമ്മ, അതുപോലെ കുറുക്കിൻ കഥ തന്നെയാണ് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കണേ. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നാള് നിനക്ക് കഥ പറഞ്ഞു, ഇനി നീ എനിക്ക് കഥ പറഞ്ഞതായോന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മള് ഈ സെയിം തന്നെ എന്ത് ചെയ്യും, ആളുടെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ആള് തന്നെ ഉണ്ടാക്കി കഥ പറയില്ല. നമ്മളെ ഇങ്ങനെ പല ഭാവനയിൽ ആളുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറയും. നല്ല രസമാണ്. നല്ല എന്താ സെയിം കഥ തന്നെ നമുക്ക് പറഞ്ഞാൽ മതി, വേറെ കഥകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ അപ്പൊ തന്നെ 2 വരി പറയുമ്പോ തന്നെ ആൾ ഉറങ്ങും കേട്ടോ, അത് വേറെ കാര്യം. അതൊക്കെ അങ്ങനെ കഥ കേൾക്കണം. അപ്പൊ അങ്ങനെ അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ ചിന്തകളിലെ വ്യത്യാസങ്ങൾ വരുത്തി പല പല മനുഷ്യൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ, ഇപ്പൊ കുഞ്ഞുങ്ങളിലാണെങ്കിലും വലിയ ആളുകളിലാണെങ്കിലും ചിന്തകളിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫിസിക്കൽ വേൾഡിനപ്പുറം ചിന്തിക്കാനും മനസ്സിൽ പലതരത്തിലുള്ള ഐഡിയാസ് രൂപപ്പെടുത്താനുമുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആകാംക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലും
ജിജ്ഞാസ എന്നൊക്കെ പറയാറുണ്ടല്ലേ നമ്മള്. ഓക്കെ, കുട്ടികള് എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാനും അതിനെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സ്വാഭാവിക ആഗ്രഹത്തെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഒരു പക്ഷി തുടർച്ചയായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ കുട്ടികൾ ചിന്തിക്കാറുണ്ടല്ലേ, അമ്മേ അതെന്താണ്, ആ പക്ഷി എന്താണ് ഈ ടൈമിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കരയുന്നത്, ചോദിക്കാറുണ്ട് നമ്മളോട്, ഇല്ലേ? ആ പക്ഷി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കരയുന്നത്, എവിടെ ഇരുന്നായിരിക്കും അത് കരയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇന്ന ടൈമിൽ ഈ ടൈമിൽ കരയുന്നത്, ഇല്ലേ? ചോദിക്കാറുണ്ട്. നമ്മൾ ഉത്തരം പറയാറുണ്ടോ? ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ടോ പല അമ്മമാരും? നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ നീ ഒന്ന് പോയെന്ന് പറയാറുണ്ട്, ഇല്ലേ? നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോ, അല്ലെ? ഓക്കെ. ഇനി അതുപോലെ തന്നെ ചിലപ്പോ എന്താണ് മഴ പെയ്യുന്നത്, ഇന്ന ടൈമിൽ എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത്, ഇടിവെട്ടി അല്ലെങ്കിൽ എന്താണ് മിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെ? ചോദിക്കാറുണ്ട് നമ്മളോട്. അപ്പോ അങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങള് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, അതിനെയാണ്, അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ, അതിനെയാണ് നമ്മള് എന്താണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരിലും അല്ലെങ്കിൽ കുട്ടികളിലും അത് കൂടുതലായിരിക്കും, ഇല്ലേ? ഇപ്പോ എന്താ മുതിർന്ന രണ്ടാളുകൾ തമ്മിൽ നിന്ന് സംസാരിക്കുന്നു, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അത് കുട്ടി കാണുകയാണെങ്കിൽ അവിടെ വന്ന് നിൽക്കും, അല്ലെ? എന്തായിരിക്കാം അവര് പറയുന്നത്, ഇല്ലേ? നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെ? എന്റെ മുളക്കിടക്ക് വന്ന് നിൽക്കട്ടെ, നമ്മൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചിലപ്പോ ഞാനും ഹസ്ബൻഡും തമ്മിൽ ഇങ്ങനെ വർത്താനം പറയുന്ന സീരിയസ് ആയിട്ടും സംസാരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് നോക്കും, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഈ ഒന്നുമില്ല വേഗം പൊക്കോന്ന് പറയും. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇപ്പോ വലിയ മുതിർന്നവരിപ്പോ അപ്പച്ചനോ അമ്മച്ചിമാരൊക്കെ, നമ്മളായാലും കണക്കാണ്, അല്ലെ? അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ നിന്ന് വർത്താനം പറയുമ്പോൾ നമ്മളായാലും പോയിട്ട് നമുക്ക് ചിലപ്പോ മനസ്സിലാവുന്നില്ല, പിടിയിട്ടിട്ടുണ്ടാവില്ല എന്താ പറയുന്നത്, പക്ഷെ എന്നാലും അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കാറുണ്ട് നമ്മള്, ഇല്ലേ? നമ്മൾ നോക്കി നിൽക്കുക അവരെന്താ പറയുന്നത്, അല്ലെ? നമ്മളായാലും കണക്കാണ്, അല്ലെ? ഇല്ലേ? ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ളൊരു ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. അറിയാനായിട്ടുള്ള അവരെന്താ പറയുന്നത്, കുറ്റാണോ കുറവാണോ, അല്ലെ? നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മള് നോക്കി നിൽക്കാറുണ്ട്. അപ്പൊ അറിയാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷനില് നമ്മള് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളെ സ്വതന്ത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പോ ആക്ടിവിറ്റീസിലൂടെയാണ് അവർക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഓരോ മെറ്റീരിയൽസ് അവർക്ക് അത് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ, ഓഫ്ലൈൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾക്കായാലും ഓൺലൈനിലൂടെ കാണുമ്പോൾ ഒരു ജിജ്ഞാസ ഉണ്ടാവും, അല്ലെ? അത് നമ്മൾ പറയുന്നുണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം, അത് അറിയാനായിട്ടുള്ള, അത് തൊട്ട് നോക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, ഇല്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്കായാലും എന്തുണ്ട്, ആ മെറ്റീരിയൽസ് അറിയാനായിട്ടും അത് തൊടാനായിട്ടും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതിന്റെ ഓരോ ഇപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയ ആണെങ്കിൽ എങ്ങനെ ഇതിന് ആൻസർ കിട്ടും, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കുഞ്ഞുങ്ങളില് ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കാനായിട്ട് ഈ മെറ്റീരിയൽസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, അല്ലെങ്കിൽ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങള് മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. അതാണ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റിയിൽ വരുന്നത്. ക്ലിയർ ആയോ? ആണോ? നെക്സ്റ്റ് നോക്കാം. കാൽക്കുലേഷൻ, റിപ്പീറ്റിഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. വായിച്ചു നോക്കാട്ടോ.
വായിച്ചു കഴിഞ്ഞോ? സാവധാനം വായിച്ചാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ശരി, പറയാം കേട്ടോ. വായിച്ചു. എന്താണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? മാം അതിൽ കാൽക്കുലേഷൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ മുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കൈയും കാലും ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാൽക്കുലേറ്റർ ഒക്കെ വന്നപ്പോ ഓരോ തവണയും ഓരോരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അവര് കണ്ടുപിടിച്ചത് ആദ്യം തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കും. അപ്പൊ അതില് അവരുടെ ഇന്റലിജൻസ് അതുപോലെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. അപ്പൊ ആ ഇറേഴ്സിൽ നിന്നാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. ആ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ആദ്യം കൈകാലുകൾ കൊണ്ട് കൂട്ടിക്കൊണ്ടിരുന്നു, പിന്നെ അത് കാൽക്കുലേറ്റർ ആയിട്ട് മതി. ഇപ്പൊ കാൽക്കുലേറ്റർ നമ്മുടെ ഫോണിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ ഓരോരോ പുതിയ പുതിയ കണ്ടുപിടുത്തം, അത് മനുഷ്യന്റെ കോൺസെൻട്രേഷനും ഇന്റലിജൻസ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ കോൺസെൻട്രേഷൻ ഇന്റലിജൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി അപ്പൊ വർക്ക് ചെയ്യാനുള്ള മനുഷ്യന്റെ ഇതാണ് ഇതിനൊക്കെ കാരണമായെന്നൊക്കെയാണ് പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നത്. വേറെ ആർക്ക് പറയാൻ പറ്റും? വിദ്യ. ഏന. ഇതിൽ പറയുന്നത് പോലെ മനുഷ്യന്മാരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ പഴയ കാലത്തില് കേൾക്കുന്നുണ്ടോ മാം? പഴയ കാലത്ത് മനുഷ്യര് ഇതുപോലെ ഒരു കണ്ടുപിടുത്തായിരുന്നു നമ്മുടെ കസേര. അപ്പൊ അന്ന് 2 കാലിൽ കസേര നിൽക്കില്ല എന്ന് അന്നത്തെ കാലത്ത് മനസ്സിലായി. അതിനുശേഷമാണ് അവര് വീണ്ടും കുറച്ചും കൂടിയും കാര്യങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പുതിയ ഇപ്പൊ ഇന്ന് കാണുന്ന രീതിയിലുള്ള 4 കാലുള്ള കസേരകളൊക്കെ രൂപപ്പെട്ട് വന്നത്. അതുപോലെ എല്ലാ മനുഷ്യർക്കും എന്താ പറയാ ഇങ്ങനെ കൂടുതൽ പ്രവണതകൾ ഉണ്ട്. അതായത് പുതിയത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ പുതിയ ലോകത്തെ അറിയണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ അവർ അന്ന് കാലത്ത് പല രീതിയിലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് കാണുന്ന പല പുതിയ പുതിയ കാര്യങ്ങളും രൂപപ്പെട്ട് വന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് 3 പ്രവണതകൾ പറയുന്നുണ്ട്: റെപ്പിറ്റീഷൻ, കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ അത് ശരിയാവുന്ന രീതിയിൽ വരെ അവർ പരിശ്രമിച്ചിരുന്നു എന്നാണ് പറയണത്.
അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, അതായത് നല്ല രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഇതുവഴി സാധിച്ചിരുന്നു. അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ, നമ്മുടെ പരിശ്രമങ്ങളെ, അതായത് അവർ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള എന്താ പറയാ, അവരുടെ ആ രീതിനെയാണ് പറയണ്ടായിരുന്നത്. തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ലൈഫിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്? നിങ്ങൾ എന്തൊക്കെയാ ഡെയിലി ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും? ടൈം. ടൈം. ഓക്കെ. എന്താണ് സാലറി കിട്ടുന്ന ഡേ ആണെങ്കിൽ സാലറിയുടെ കാര്യങ്ങൾ ഇപ്പൊ പ്രസീത പറഞ്ഞില്ലേ, അവിടെ അവേർലി ആണ് സാലറി കിട്ടുന്നത്. അപ്പൊ ഇത്ര ദിവസം ഇന്ന അവേഴ്സ്, ഒരു ദിവസം ഇത്ര അവേഴ്സ് എടുത്ത് വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സാലറി കിട്ടും എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷൻ നടത്തും അല്ലെ. അപ്പൊ സാലറിയുടെ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ ടൈം, അതുപോലെ നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന മണി ഇല്ലേ. ഇപ്പൊ നമ്മള് വീടുകളിലൊക്കെ ആണെങ്കിൽ ചില ഹസ്ബൻഡ് ഒക്കെ നമ്മളോട് പറയാറുണ്ട്, ഇത്ര ദിവസം മന്തിന്റെ എൻഡ് ആവുമ്പോൾ നമ്മള് പലചരക്കിന്റെ ആ കാൽക്കുലേഷൻ നമ്മൾ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അല്ലെ. ചിലവരൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് പലചരക്ക് സാധനങ്ങൾ ഓരോ ദിവസം വാങ്ങിക്കുന്നതിന്റെ വിലകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഒരു ദിവസം ഗൂഗിൾ പേ എടുത്ത് നോക്കിയപ്പോഴാണ് ഏപ്രിൽ മാസം ഒരു 10,000 വരെ, 10,000 ആയിട്ടില്ല, ഒരു 8,000 വരെ വന്നു പലചരക്കിന്റെ സാധനങ്ങൾ. നമ്മൾ അറിയില്ലല്ലേ ഗൂഗിൾ പേ ചെയ്യുന്ന കാര്യങ്ങൾ. ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യാറുണ്ട്. പക്ഷെ ഫോൺ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴാണ് 8,000 വരെ വന്നു എന്നുള്ളത്. അപ്പൊ കൂടുതൽ ചെലവാണല്ലേ ഓരോ മന്ത്, നമ്മൾ അറിയില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ ഓരോ മന്തിലും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഓരോ ദിവസം പോയിട്ടും ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. നമ്മള് പെട്ടെന്ന് തന്നെ ക്യാഷ് കയ്യിൽ നിന്ന് പോവാറുണ്ട്. ഗൂഗിൾ പേ എന്താണ് സിമ്പിൾ ആണ്, പക്ഷെ കയ്യില് ക്യാഷ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ എല്ലാവരും. അപ്പൊ ജസ്റ്റ് ഒരു എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ സ്വത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ ക്ലാസ് റൂമിൽ അവർക്ക് ഇപ്പൊ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവര് എന്താണ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്പേഴ്സ് അറിഞ്ഞു വരുമ്പോൾ അവര് പിന്നീട് ഇങ്ങനെ 2 നമ്പർ വെച്ചിട്ട് ഇപ്പൊ 1ഉം 2ഉം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 2 എന്നുള്ളത് എന്താണ് ആഡ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വരുമ്പോ ഓരോ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ 2 നമ്പേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പഠിക്കും. പിന്നെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മോണ്ടിസോറിയില് അല്ലെ. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിവിറ്റീസ് ബേസ്ഡ് ആണല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയൽസ് ഇപ്പൊ പിങ്ക് ടവർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അതിന്റെ സൈസ് എങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന്റെ വെയിറ്റ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. അതിന്റെ ഷേപ്പുകള്, കളറ്, വെയിറ്റ്, സൈസ്, അത് കൗണ്ട് ചെയ്യാൻ പഠിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എന്താണ് ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നത് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ 1:30ക്കാണ് നിങ്ങളുടെ ക്ലാസ് എങ്കിൽ നിങ്ങൾ എന്താണ് കാലത്ത് എണീറ്റ് എല്ലാ ജോലികളും ചെയ്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ വിടണം. ഹസ്ബൻഡിന് ചോറ് എന്താണ് പൊതിഞ്ഞിട്ട് കൊടുത്ത് അവരെ വിടാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പണികള് അലക്കല്, അടിച്ചു വാരല് അല്ലെ, പെര തുടക്കല്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ 1:30 എന്ന് പറയുന്ന ടൈമില് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനല്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അലക്കൽ ഇത്ര ടൈമിനുള്ളിൽ കഴിയണം, ചോറ് കറികളൊക്കെ വെക്കുന്നത് ഇത്ര ടൈമിനുള്ളിൽ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാ, ഹസ്ബൻഡിനെ ഒരുക്കി ജോലിക്ക് വിടാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് ടൈമിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് അല്ലെ, ആ ടൈമിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ എന്താ കാൽക്കുലേഷന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ?
ഇനി നെക്സ്റ്റ് ആണ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക, അല്ലെ, റിപ്പീറ്റ് ചെയ്യുക. അപ്പോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തായിരിക്കാം? ഇംപ്രൂവ് ആവും ചെയ്യുന്നത്. ഇംപ്രൂവ് ആവാൻ പറ്റും, അല്ലെ. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പണ്ടുള്ള മൂവീസ് ആണോ ഇഷ്ടം, ഇപ്പോൾ ഉള്ള മൂവീസ് ആണോ ഇഷ്ടം, സിനിമകള് ഏതാ ഇഷ്ടം? പണ്ടത്തെയാണ്. പണ്ടത്തെയാണ് അല്ലെ. 90s ഓൾഡ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിമിന്റെ പേര് പറയാമോ? മണിച്ചിത്രത്താഴ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. അപ്പൊ നമ്മളത് ഇറങ്ങിയപ്പോ നമ്മള് തിയേറ്ററിൽ പോയി കണ്ടു എന്ന് കരുതാം. ഓക്കെ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മള് ടിവിയിൽ വന്നു, അപ്പൊ അത് കാണോ? നമ്മള് കാണും. എന്തുകൊണ്ടാ കാണുന്നത്? അത് നമ്മൾ എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് കാണും, അല്ലെ. വീണ്ടും വീണ്ടും ടിവിയിൽ വരുമ്പോ എന്താണ്, അത് റിപ്പീറ്റ് ചെയ്ത് കാണും. അത് എന്തുകൊണ്ടാണ്? റീസൺ എന്തായിരിക്കാം? അതിനോടുള്ള ഇഷ്ടം കൊണ്ട്. അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, ചിലപ്പോ ആസ്വദിക്കുന്നത് കൊണ്ട്. അതെ, ആസ്വദിക്കുന്നത് കൊണ്ട്. അതിന് ക്ലിയർ ആയില്ല ടീച്ചറെ. സിനിമകളിലെ ഡയലോഗ്സും ചില ഒരു എന്താ പറയണ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എന്നും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും, അല്ലെ. അതില് ചിലപ്പോ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ആയിരിക്കാം, ഹീറോയിൻ ആയിരിക്കാം, അല്ലെ. അതിനൊക്കെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് ആ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്ഥിരം നമ്മള് ചിലപ്പോ ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മള് ഒരു സ്ഥിരമായിട്ട് കയറുന്ന ഹോട്ടലൊക്കെ ഉണ്ടാവും, ഇല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അവിടെ കയറുന്നത്? നല്ല ഫുഡായിരിക്കാം, ചിലപ്പോ അവര് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നീറ്റ്നെസ്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സർവീസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ അവിടെ വീണ്ടും വീണ്ടും കയറിയിട്ട് ഫുഡ് കഴിക്കുന്നത്, അല്ലെ, ഇല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ റിപ്പീറ്റേഷൻ ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാം. അപ്പൊ കുട്ടികളിലോട്ട് വരുമ്പോ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് മെറ്റീരിയൽസിലൂടെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോ ഓരോ മെറ്റീരിയൽസിലൂടെ പഠിപ്പിക്കുമ്പോ അവർക്ക് നല്ല ചെയ്യാനായിട്ട്, ഇപ്പോ എന്താ പറയാ, പിങ്ക് ടവർ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലവര് വെക്കുമ്പോ നമ്മള് ഈ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചെന്നില്ലേ, ചിലപ്പോ വേറെ രീതിയിലൊക്കെ വെക്കാം, ചെറുത് അടിയിൽ വെച്ചിട്ട് മുകളിൽ വലുതൊക്കെ വെക്കാം. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നും അല്ലെ, എന്താണിത് ശരിയായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഒരു വൃത്തിയില്ല അത് കാണുമ്പോൾ. അപ്പൊ അവരെന്ത് ചെയ്യും, ഒന്നും കൂടി എടുത്ത് അത് റിപ്പീറ്റ് ചെയ്ത് വെക്കുമ്പോ എന്താണ്, അത് പെർഫെക്റ്റിലോട്ട് പോകും, അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ, ഈ ക്രാഫ്റ്റ് മേക്കിംഗ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അതൊക്കെ എന്താണ്, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പീരീഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മളായാലും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വർക്ക് എക്സ്പീരിയൻസിന്റെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വർക്ക് എക്സ്പീരിയൻസിന്റെ അവർ. അപ്പൊ അത് വരുമ്പോ PT പീരീഡ്, ഇതൊക്കെയാണ് ഇഷ്ടം. നമുക്ക് പഠിക്കാനായിട്ട് അത് ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെ. ക്രാഫ്റ്റ് മേക്കിംഗ്, അതുപോലെ തന്നെ ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡ്രോയിങ് ഒരുവിധം ഞാൻ നോക്കിയിട്ടൊക്കെ ചിത്രം വരയ്ക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള അവേഴ്സ് ആണ്, കാരണം പഠിക്കാനായിട്ട് വേറെ ആയിട്ട്. ക്രാഫ്റ്റ് മേക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ. ഓക്കെ, പിന്നെ കുട്ടികളെ കൊണ്ട് കളികൾ കളിപ്പിക്കുന്നത്, അതുപോലെ പാട്ട് പഠിക്കുന്നതൊക്കെ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട്. നിങ്ങളിപ്പോ ഈ എന്താ പറയാ, ഇന്റേൺഷിപ്പിൽ പോയിട്ടില്ല, അപ്പൊ പോയവർക്ക് അനുഭവം ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിൽ ചെല്ലുമ്പോ കുട്ടികൾ പാട്ട് പാടാനായിട്ട്, ടീച്ചേഴ്സ് പറയും പാട്ട് പാടാനായിട്ട് ഇഷ്ടമുള്ളവര് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോ കുഞ്ഞുങ്ങള് ഇഷ്ടമുള്ളവര് കൈവെക്കും, അല്ലെ. അപ്പൊ അവരെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കും. അപ്പൊ നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കും. എന്നിട്ട് അവർ പിന്നെ ടീച്ചറെ എനിക്ക് അടുത്ത പാട്ട് പാടണം, അല്ലെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ ഓരോ കുട്ടിയും
മോണ്ടിസോറി ആക്ടിവിറ്റീസ് എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടാ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. കുട്ടികളെ കൊണ്ടൊക്കെ പാട്ടുകൾ പഠിപ്പിക്കുമ്പോ അവര് പറയും ടീച്ചർ ഞാൻ ഒരു പാട്ടും കൂടി പാടാം. കാരണം എന്താ, അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവര് തയ്യാറാവും. അപ്പൊ അതാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഏകാഗ്രത അല്ലെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ ചില ആളുകള് അവരുടെ ഫാമിലിക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ആളുകള് അവരുടെ ഫാഷൻ ആയിരിക്കും പ്രൊഫഷൻ ആയിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ആളുകള് അവരുടെ ഹോബീസിനായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ആളുകള് വെൽത്ത് പണം അത് ഉണ്ടാക്കുന്ന രീതിയിലോട് ആയിരിക്കാം അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില ആളുകള് ഹെൽത്തിനോട്. അങ്ങനെ പലർക്കും പല രീതിയിലാണ് പലരുടെയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പോ പല ആളുകൾക്കും വ്യത്യാസം ഉണ്ട്. അപ്പൊ പല വിധത്തില് ആളുകളുണ്ട്. പലരുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി വ്യത്യാസമായിരിക്കും. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണമെന്നില്ല. പലരുടെയും പല രീതിയിലായിരിക്കാം ഈ കോൺസെൻട്രേഷൻ ടെൻഡൻസി നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആളുകളുടെ സ്വഭാവ രീതി അനുസരിച്ച് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തിനാണ് അവർക്ക് ചായ്വുള്ളത്. ഇപ്പോ ചിലര് പറയും അവന് ഫാമിലിയും കാര്യങ്ങളൊന്നുമല്ല, അവന്റെ പ്രൊഫഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ പല രീതിയിലും പല സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവന്റെ പ്രൊഫഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചിലര് ഫാമിലിക്കായിരിക്കാം, അച്ഛൻ അമ്മ ഭാര്യ കുട്ടികള് അങ്ങനെയുള്ള രീതിയിലായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അവന് ഏതിനോടാണോ അവന് ചായ്വുള്ളത് അതനുസരിച്ചിട്ടായിരിക്കാം അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾക്കും. ഓക്കെ. ഇപ്പോ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? കോൺസെൻട്രേഷൻ ആവശ്യമാണ് അല്ലെ, ഏകാഗ്രത ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യും അല്ലെ. ഇപ്പോ നമ്മള് ഏതൊക്കെയാ, പിങ്ക് ടവർ ആവാം, അല്ലെങ്കിൽ ഏതാണ് നോബ്ലെസ് സിലിണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വെക്കുന്നത് അല്ലെ, കറക്റ്റ് ആക്കി വെക്കുന്നതൊക്കെ അവര് തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് മാറ്റി ഒന്നും കൂടി വെക്കാൻ നോക്കും അല്ലെ. അതില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ഇല്ലേ. ഇപ്പൊ പിങ്ക് ടവർ ഇങ്ങനെ കറക്റ്റ് ആക്കി നമ്മൾ പറഞ്ഞില്ലേ, ചിലപ്പോ ചെറുതടിയിൽ വെക്കും, ഏറ്റവും വലുതായതിനെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ലാന്ന് ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പൊ അവൻ എന്ത് ചിന്തിക്കും? ഇത് കറക്റ്റ് ആക്കി വെക്കണം, അത് അവന് പെർഫെക്റ്റ് രീതിയിൽ വെക്കാനായിട്ട് കോൺസെൻട്രേഷൻ അവന് അവിടെ വേണം അല്ലെ. അപ്പൊ അതിനെയാണ് കോൺസെൻട്രേഷൻ ടെൻഡൻസി എന്ന് പറയുന്നത്, ഏകാഗ്രത. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഇത് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നിയന്ത്രിക്കല് അല്ലെ. സെൽഫ് കൺട്രോൾ എല്ലാവർക്കും ഉണ്ടോ? സ്വയം നിയന്ത്രണം, സെൽഫ് കൺട്രോൾ ഉണ്ടോ? ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പൊട്ടിപ്പോവാറുണ്ട് അല്ലെ. ചിലപ്പോൾ ദേഷ്യം തോന്നാം അല്ലെ. ചിലപ്പോൾ നമ്മൾ എടുത്തടിച്ച് ചിലപ്പോൾ പറയേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ മാത്രം. ചിലപ്പോൾ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുക അല്ലെ. ചില സാഹചര്യത്തിൽ വിട്ടുപോകും. അതെല്ലാവർക്കും ഉള്ളതാണ്. നമ്മളായാലും ഞാനായാലും ചിലപ്പോ പിന്നീട് വിചാരിക്കും അയ്യോ ഇങ്ങനെ പറയേണ്ടില്ലായിരുന്നു അല്ലെ, ആള് വിഷമിക്കാവോ ഒക്കെ നമുക്കൊരു സങ്കടം തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിച്ചാണ് തോന്നുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ സ്വയം നിയന്ത്രണം, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മനിയന്ത്രണത്തോട് കൂടിയിട്ട് ചെയ്യാനുള്ള മനുഷ്യന്റെ സ്വാഭാവിക ടെൻഡൻസിയാണ് ഇത് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ വിചാരിക്കാം. ക്ലാസ്സില് നമ്മളുടെ ടീച്ചർ നമ്മളെ വിളിച്ച്, നമ്മൾ തെറ്റൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുമ്പോ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് ജെയിൻ ടീച്ചർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ. കുട്ടികളെ ഇങ്ങനെ ചീത്ത പറയുമ്പോ അവരെന്ത് ചെയ്യും? അവർക്ക് പറയാൻ പറ്റുമോ? ശരിയാക്കി തരാ അല്ലെ, വായോ പറയാൻ പറ്റുമോ? ഇല്ല, നമ്മളെ കടിച്ചു പിടിച്ചവിടെ നിൽക്കും ഇല്ലേ. കുട്ടികൾ എന്ത് പറഞ്ഞാൽ നമുക്ക് മിണ്ടാനും പറ്റില്ല. നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾ എന്തെങ്കിലും മോശമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കുണ്ടായ അനുഭവം 2 വർഷം മുമ്പ് പാരന്റിനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിളിച്ചപ്പോ വേറെ കുട്ടി എവിടെയാണ് കുട്ടി കളിക്കാൻ പോണത്. അപ്പൊ എന്താന്ന് വെച്ചപ്പോ നമ്മള് കുറച്ച് ദിവസമായിട്ട് അവനിങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അതല്ല, നമുക്ക് അത്രയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ് കുട്ടി പറയണെന്ന് പറഞ്ഞു. ദൈവമേ, വൈകുന്നേരം ഇപ്പൊ
ടീച്ചർ അങ്ങനെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യാറില്ല, ടീച്ചർ പറയുന്നത് ടീച്ചറുടെ ക്ലാസ്സിൽ നിന്നായിരിക്കും കിട്ടിയത് പറഞ്ഞുകൊണ്ട് അതിനെവിടെ നിന്നാ കിട്ടിയെന്നറിയില്ല. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാലത്ത് കുട്ടികളോട് എവിടെ പറയുമ്പോഴേ ഒന്ന് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ടീച്ചർ ചിലപ്പോ ടീച്ചറോട് തിരിച്ചു പറയുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നമ്മളുടെ കാലത്തൊക്കെ എന്താ, നമ്മളിങ്ങനെ ഉണ്ടാതെ കേൾക്കും അല്ലെ, ഉണ്ടാതെ കേട്ട് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വിഷമം തോന്നാറുണ്ട് അല്ലെ. ചിലപ്പോ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ കളിയാക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ പാടില്ല കേട്ടോ, നമ്മുടെ ക്ലാസ്സിലൊന്നും അങ്ങനെ പാടില്ല. നമ്മള് ടീച്ചേഴ്സ് ആകുമ്പോ അല്ലെ കുട്ടികളെ വെറുതെ കളിയാക്കാനോ അല്ലെങ്കിൽ ഹരാസ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ ആവരുത് കേട്ടോ. ചില പണ്ട് കാലങ്ങളിലൊക്കെ ചില ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികളെയൊക്കെ എന്താ പറയാ, അവർക്ക് ചിലപ്പോ എന്താണെന്നറിയില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികളെയാണോ എന്നറിയില്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും വാക്കുകളൊക്കെ പ്രയോഗിക്കുക ക്ലാസ്സില്. അപ്പൊ മറ്റുള്ളവര് അത് അല്ലെ ഷെയിം ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചില ടീച്ചേഴ്സ്, എല്ലാവരും ഇല്ല, ചില ടീച്ചർമാരൊക്കെ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ അതിപ്പോഴും ഉണ്ട് ടീച്ചറെ. ചില സാഹചര്യങ്ങൾ വരുന്നവര്, അതായത് ചില കുട്ടികളെ മാത്രം അവര് നോക്കുള്ളൂ, അല്ല അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ടെൻഡൻസി ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. പഠിച്ചു പോകുന്നവരോരുത്തരെ ശ്രദ്ധിച്ച് കുട്ടികളോട് നമ്മുടെ കൈ കിട്ടുന്ന കുട്ടികളെ വേണ്ടതിൽ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അതൊന്നും, കാരണം ഒരു കുട്ടി എന്നോട് പറഞ്ഞ വാക്കാണ്, ആ ടീച്ചറിന് എനിക്ക് ഇഷ്ടമല്ല, ടീച്ചറിന് എപ്പോഴും അതെ ഭംഗിയുള്ള കുട്ടീനെ മാത്രമാണ് ഇഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. അതെ അതെ, പ്രയോറിറ്റി അതന്നെ ദിവ്യ, പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെ. ചിലപ്പോ നന്നായി പഠിക്കുന്ന കുട്ടികളോടൊക്കെ ആയിരിക്കാം ഇഷ്ടം അല്ലെ. എല്ലാവരെയും നമ്മൾ ഈക്വാലിറ്റി അല്ലെ, ഈക്വൽ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ് നമ്മുടെ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജെയിൻ ടീച്ചറൊക്കെ ഉണ്ട്. അപ്പൊ ടീച്ചറുടെ അഭിപ്രായത്തിലൊക്കെ പറയുന്നത് കേട്ടില്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ എന്താണ്, ഇപ്പൊ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് നമ്മളുടെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ടീച്ചർ വെറുതെ ചിലപ്പോ നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അപ്പൊ ജസ്റ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഇങ്ങനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എതിർത്ത് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ പിടിച്ചിങ്ങനെ നിൽക്കും അല്ലെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ടീച്ചർ അങ്ങനെ ചീത്ത പറയുന്നത് എന്നുള്ളത് നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മള് എതിർത്ത് പറയാറില്ല, നമ്മൾ നിയന്ത്രിക്കുക, സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യാറ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ഓട്ട മത്സരം ഒരു എക്സാമ്പിൾ ആണ്. ഓട്ട മത്സരം നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുട്ടികളെ വരിയായിട്ട് നിർത്തും. അപ്പൊ അതിന് പല നിയമങ്ങളുണ്ട്. ട്രാക്ക് തെറ്റിച്ചൊക്കെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാല് അത് നമ്മൾ എന്ത് ചെയ്യില്ല, വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കില്ല. കാരണം എന്താ, അയാളുടെ ട്രാക്കില് അയാൾ ഓടണം ഇല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ കുട്ടി ട്രാക്ക് തെറ്റിച്ചോടി വിന്നായി. പക്ഷെ എന്താണ്, നിയമം അനുസരിച്ചിട്ട് നിയമം പാലിച്ചുകൊണ്ട് അത് കറക്റ്റ് ആക്കി, ആരാണോ കറക്റ്റ് ആയി ട്രാക്കിലൂടെ ഓടി ഫസ്റ്റ് വിന്നായത് അവരെയാണ് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാനായിട്ടുള്ള, അപ്പൊ ആ കുട്ടിക്ക് ദേഷ്യം വരാറുണ്ട്, മറ്റുള്ള വിന്നായിട്ടുള്ള കുട്ടികൾ ദേഷ്യം വരാം. കാരണം എന്താ, ഞാനാണ് ഫസ്റ്റ് എത്തിയത്, പക്ഷെ എന്താണ് ട്രാക്ക് തെറ്റിച്ചാണ് ആ കുട്ടി ഓടിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, ആ നിയമങ്ങൾ പാലിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അത്തരത്തിലുള്ള ആത്മനിയന്ത്രണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവുക, അതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ടെൻഡൻസി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലി അല്ലെ. ഒരു വ്യക്തിയെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ഒരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഇതാണ് ഇത് വർക്ക് എന്ന് പറയുന്നത്. അത് കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ എൻവയോൺമെന്റുമായിട്ട് ഇടപഴകി അതിനോട് പൊരുത്തപ്പെടാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും സാധിക്കുന്നുണ്ട് ഓരോ വർക്കിലൂടെയും. ഫിസിക്കൽ എഫേർട്ട് മാത്രമല്ല, മെന്റൽ എഫേർട്ടും കൂടി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കൃഷിക്കാരനാണോ അതുപോലെ തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുണ്ട്, ആ ബാങ്ക് ഉദ്യോഗസ്ഥനാണോ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? കൃഷിക്കാരനാണ് അല്ലെ, നമുക്ക് അറിയാൻ പറ്റും അല്ലെ, കൂടുതലായിട്ട് നല്ല രീതിയിൽ. പണ്ട് കാലങ്ങളിലൊക്കെ ഏറ്റവും മനുഷ്യരുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയാണ് അല്ലെ. കേരളത്തിലെ പാലക്കാടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ, അല്ല നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൃഷിയായിരുന്നു അല്ലെ പണ്ട് കാലങ്ങളിലൊക്കെ ജോലി. അപ്പൊ കൂടുതൽ ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നത് ആരാണ്? കൃഷിക്കാരൻ. അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാല് മെന്റൽ ആയിട്ടുള്ള എഫേർട്ട് ആണ് എടുക്കുന്നത് ഇല്ലേ.
ചിന്തിച്ചു നോക്കിയേ അല്ലെ. അയാള് ഫിസിക്കലി ചെയ്യുന്നില്ല, പക്ഷെ എന്താണ് മെന്റലി എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ. കൃഷിക്കാരന് ആണെങ്കിലോ ഫിസിക്കലി ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ. കൈക്കോട്ട് എടുക്കുക, കളയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഫിസിക്കലി എഫേർട്ട് ആണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് എഫേർട്ടും ജോലി തന്നെയാണ്. രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്, രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്, ജോലി തന്നെയാണ് അല്ലെ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മള് വർക്ക് എന്ന് പറയുന്നത്. നമ്മള് ജോലി ചെയ്ത എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയാണ് എന്താ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മിസ്. അപ്പൊ നമ്മള് എന്തൊക്കെയാ പഠിച്ച ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അബ്സ്ട്രാക്ഷൻ പഠിച്ചു, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോള്, വർക്ക് പഠിച്ചു. ഇനി പെർഫെക്ഷൻ, ക്യൂരിയോസിറ്റി ഒന്ന് വായിച്ചു നോക്കിയേ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എടുത്താൽ മതിയോ? പെർഫെക്ഷൻ, ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി അല്ലേ? സോറി ക്രിയേറ്റിവിറ്റി കേട്ടോ. നെക്സ്റ്റ് എടുത്താൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ എടുത്ത് കംപ്ലീറ്റ് ആക്കാം. പിന്നെ സെമിനാർ ജെയിൻ ടീച്ചറും പിന്നെ ആരായിരുന്നു? മാം ശ്രീ MS ഒരു പിന്നെ ഒരു ഷാനിബയോ അവര് മൂന്നർക്കും കൊടുത്ത് പിന്നെ 2 കുട്ടികൾ നെയിമും കൂടെ തന്നിട്ടുണ്ട്. ജയശ്രീയും ചിത്രയും എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ നെയിം തന്നിട്ടുണ്ട്. ജയശ്രീ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടി തന്നെയാണോ? അതുകൊണ്ടാ ചോദിച്ചേ. എനിക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് വന്നതാണ്. ചിത്രയും എനിക്ക് അറിയത്തില്ല, അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടതാ. ഓക്കെ, അപ്പൊ നാളെ ജെയിൻ ടീച്ചറും ബാക്കി അനുശ്രീ ആരാ അവര് തയ്യാറാവാട്ടോ. നമ്മുടെ പോർഷൻ എടുത്ത് കംപ്ലീറ്റ് ആവാൻ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നാളെ അവരോട് പറയാട്ടോ. ചിക്കു ടീച്ചർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള കുട്ടികളോട് ചിക്കു ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. നാളെ എടുക്കാനായിട്ട് തയ്യാറായിട്ട് വരണം. നാളത്തെ ക്ലാസ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് പറയോ ആരെങ്കിലും? ഇന്നത്തെ ക്ലാസ് എടുത്ത റോസ് മിസ്സിന് താങ്ക് യു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.